ഗവൺമെന്റിന്റെ ശബ്ദം അനുകരിക്കണം. ഉമ്മൻചാണ്ടി സാറിന്റെ. അതെ, ഞാനൊന്ന് അനുവാദം ചോദിച്ചോട്ടെ. ഇനി പഴയ പോലെ അല്ല, എന്റെ നേതാവാണ്. ഈ വേദി ഞാൻ പ്രതീക്ഷിച്ചില്ല. എങ്കിലും നിങ്ങൾ ഈ മുഖത്ത് കാണുന്ന സന്തോഷത്തിന്റെ മുന്നിൽ അത് ചെയ്യാതിരിക്കാൻ വയ്യ. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനം ഇവിടെ അവതരിപ്പിക്കാം. അദ്ദേഹം ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു പത്രപ്രവർത്തകൻ മറ്റൊരു ചോദ്യം ചോദിക്കുന്നു, അതിന് അദ്ദേഹം ഉത്തരം പറയുന്നു. അതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അദ്ദേഹം തുടങ്ങുകയാണ്. ഗവൺമെന്റിന്റെ എല്ലാ തരത്തിലുള്ള മുന്നോട്ടുള്ള യാത്രയ്ക്കും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അത്യന്താപേക്ഷ. എന്താ മോനെ ചോദിച്ചെന്താ? അല്ല ഉമ്മൻചാണ്ടി സാർ, ഒരു ചോദ്യം. പലപ്പോഴും വ്യക്തിഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള ട്രോളുകളൊക്കെ നിങ്ങൾക്കെതിരെയൊക്കെ ഉണ്ടാകാറുണ്ട്. ചെന്നിത്തല സാറിനെതിരെയും ഉമ്മൻചാണ്ടി സാറിനെതിരെയൊക്കെ ഉണ്ടാകാറ്. ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ട്രോളുകളെല്ലാം ഞാൻ ആസ്വദിക്കാറുണ്ട്. അവരെല്ലാം നല്ല ഹാസ്യകാരന്മാരാണ്. പലപ്പോഴും വലിയ ചിരിക്ക് വക നൽകുന്ന അർത്ഥവത്തായ ട്രോളുകൾ ഇവരെല്ലാവരും ഉണ്ടാക്കാറുമുണ്ട്. എനിക്കത് ഇഷ്ടമാണ്. ചിലപ്പോൾ മാത്രം പ്രത്യേകമായ ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട്, ഗൂഢലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ചില ട്രോളുകൾ ഒരാൾ എനിക്കെതിരെ ഉണ്ടാക്കി. ഞങ്ങൾക്ക് രണ്ടുപേർ, ചെന്നിത്തലയ്ക്കും എനിക്കുമെതിരെ ഒരു ട്രോൾ ഉണ്ടാക്കി. എനിക്ക് കുഴപ്പമില്ല, ഞാൻ അവനെ കുറിച്ച് ഓർത്താ സങ്കടപ്പെടുന്നേ. 5-6 വർഷം മുമ്പേ PSCയിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോഴും ട്രോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് ജോലി കിട്ടും, നാളെ ജോലി കിട്ടുമെന്നും പറഞ്ഞിരിക്കുക. അതൊക്കെ വേറെ ആൾക്കാർ കൊണ്ടുപോയി എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വരും ഉറപ്പായും നമ്മുടെ നിലനിൽപ്പിന് ഞാൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ ജനാധിപത്യം പുലരുന്നതിന് ഇത്രയും കൃത്യമായി, ഇത്രയും അളവുള്ള ചിരിച്ച മുഖത്തോടെ നിങ്ങൾക്ക് ഒരു ഭയവും കൂടാതെ അടുത്തേക്ക് പോകാൻ കഴിയുന്ന നേതാക്കളുള്ള ഈ പാർട്ടിയോടൊപ്പം ഞാനുണ്ട്, നിങ്ങളും ഉണ്ടാവണം. നമ്മൾ മുന്നോട്ട് നടക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും പറയും ലെഫ്റ്റ് റൈറ്റ് എന്ന് പറയും. അപ്പോൾ അടുത്തത് ഉറപ്പായിട്ടും റൈറ്റ് തന്നെയാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന്.